അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങൾ, ബഹുമാനപ്പെട്ട ഇബ്നു അബിദ്ദുനിയ റളിയല്ലാഹു അൻഹു മഹാനവരുകളുടെ ഇഖ്ലാസ് നിയ്യ എന്ന ഗ്രന്ഥത്തിൽ ഒരു നല്ലൊരു ഉപദേശം മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു 3 കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നല്ലൊരു ഉപദേശമാണ്. വളരെ ഗൗരവത്തോടു കൂടെ കേൾക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, മൻ അസ്വലഹ സരീരത്തുഹു അസ്വലഹല്ലാഹു അലാനിയത്തുഹു. ഒരാളുടെ രഹസ്യ ജീവിതം നന്നായാൽ, അള്ളാഹുലേക്ക് വഴിപ്പെട്ട് അള്ളാഹു പറഞ്ഞതുപോലെ കേട്ട് ഒരു നല്ല രഹസ്യ ജീവിതത്തിൽ ഒരു കളങ്കവുമില്ലെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പരസ്യ ജീവിതം എല്ലാവരാളും ഇഷ്ടപ്പെടുന്ന ഒരാളായിത്തീരുമെന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷേ നമ്മുടെ രഹസ്യ ജീവിതമാണെങ്കിലോ ഒരാൾ പോലും അറിഞ്ഞാൽ നാം നാണക്കെട്ടുപോകുന്ന രീതിയിലാണ് പലപ്പോഴും നമ്മുടെ രഹസ്യ ജീവിതം. അതേ സമയത്തോ പരസ്യ ജീവിതം ആൾക്കാരുടെ മുമ്പിൽ എത്തുമ്പോൾ നമ്മൾ നടിക്കുകയാണ്. നല്ലവരാണെന്ന രീതിയിൽ ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ നല്ലവരായി ചമയുകയാണ്. പക്ഷേ ആരും നമ്മെ ഇഷ്ടപ്പെടുന്നില്ല. കാരണം എന്തേ? അതിലൊന്നും ബർക്കത്തില്ല. അതൊക്കെയും എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. അതേ, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരാളാകണമെങ്കിൽ അതേ നമ്മുടെ രഹസ്യ ജീവിതം നന്നായിരിക്കണമെന്നാണ് ബഹുമാനപ്പെട്ടവർ നമ്മെ പഠിപ്പിക്കുന്നത്. രണ്ടാമത്തൊരു ഉപദേശം, ഒമൻ അസ്ലഹുമാ ബൈനഹു വബൈനല്ലാഹി കഫാ അല്ലാഹുമാ ബൈനഹു വബൈനന്നാസ്. ഒരടിമ, ഒരു മുഅ്മിൻ, അവനും അള്ളാഹുമായിട്ടുള്ള ഇടപാടുകൾ, ഹക്കടപാടുകൾ, ബാധ്യതകളൊക്കെ ശരിയായി എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തു തീർക്കുന്നു. ഫർളിൽ യാതൊരു കുറവില്ല. സുന്നത്തുകൾ ധാരാളമാണ്. അങ്ങനെ എല്ലാ വിഷയങ്ങളും അള്ളാഹും അയാളുമായിട്ട് നല്ല രീതിയിൽ അദ്ദേഹം ജീവിക്കുകയാണെങ്കിൽ പിന്നീടൊന്നും അദ്ദേഹം പേടിക്കേണ്ടതില്ല. അയാളും മനുഷ്യന്മാരായിട്ട് അയാളും മറ്റുള്ളവരുമായിട്ടുള്ള കാര്യങ്ങളൊക്കെയും അള്ളാഹു ഏറ്റെടുക്കും. അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു റാഹത്താക്കി കൊടുക്കും. ഒരു പ്രശ്നമുണ്ടാവില്ല, ഒരു പ്രയാസമുണ്ടാവില്ല, ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നല്ല സന്തോഷകരമായ ഒരു ജീവിതമായിരിക്കുമെന്നും ബഹുമാനപ്പെട്ടവർ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്ന് നാം നെറ്റോട്ടം ഓടുന്നത്, എത്ര ഓടിയാലും തീരാത്തതാണ് നമ്മുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ. റാഹത്തുള്ളൊരു ജീവിതം ഒന്ന് നയിക്കാൻ വേണ്ടി എത്രമാത്രം നാം കഷ്ടപ്പെടുന്നു. പക്ഷെ ഒന്നും റാഹത്തായി കിട്ടുന്നില്ല, ഒന്നും ബർക്കത്തുള്ളതായി കിട്ടുന്നില്ല, കാണുന്നില്ല. കാരണമെന്തേ? അതേ, അല്ലാഹുമായിട്ടുള്ള ബന്ധം ശരിയല്ലാത്തത് കൊണ്ടാണ്. നിസ്കാരം വേണ്ടതുപോലെ ഇല്ല, സുന്നത്ത് നിസ്കാരം തീരെയില്ല. റബ്ബിലേക്ക് മനസ്സ് തിരിഞ്ഞിട്ടുള്ള ദുആയോ നിസ്കാരമോ ദിക്റോ സ്വലാത്തോ അത്തരത്തുള്ള നല്ല കർമ്മങ്ങളൊന്നുമില്ല. അതേ സമയത്ത് കൽബാണെങ്കിലോ ചതിയും ഹസദും ഇത്തരത്തുള്ള അള്ളാഹു ഇഷ്ടപ്പെടാത്ത രീതിയിൽ നാം ജീവിക്കുമ്പോഴും നമ്മുടെ ജീവിതം, ദുനിയവിയായ ജീവിതം, അതും വളരെ മോശപ്പെട്ടതാവുകയാണ്, ബർക്കത്തില്ലാത്തതാവുകയാണ്, തൗഫീക്കില്ലാത്തതാവുകയാണ്. അതാണ് ബഹുമാനപ്പെട്ടവർ നമ്മെ പഠിപ്പിച്ചതിൻ്റെ താല്പര്യം ഗൗരവത്തോടു കൂടെ കാണേണ്ട വിഷയമാണ്. മൂന്നാമത്തൊരു വിഷയം, വമനിഹ്തമ ബിഅംരി ആഖിറതിഹി കഫാ അല്ലാഹു അംറ ദുനിയാഹു. നേരത്തെ പറഞ്ഞതുപോലെ അതേ ഒരാളുടെ ആഖിറം കാര്യം ചിന്തിച്ച് അതാണ് ഒരാൾക്ക് വിഷമം, അതാണ് ഒരാൾക്ക് ബേജാറ്. എൻ്റെ ആഖിറം എന്തായിപ്പോവും, എൻ്റെ മരണം എന്തായിപ്പോവും, എൻ്റെ ഖബർ ജീവിതം എന്തായിപ്പോവും, റബ്ബിനോട് ചോദിക്കുമോ? ഇങ്ങനെയാണ് ഒരാളുടെ ബേജാറാണെങ്കിൽ ദുനിയാവ് അദ്ദേഹത്തിന് ഒന്നും ബേജാറുണ്ടാവില്ല. അതൊക്കെയും അയാൾ അറിയാത്ത ഭാഗത്തിലൂടെ അതൊക്കെയും അള്ളാഹു നിയന്ത്രിക്കുകയായിരിക്കും. അതേ സമയത്ത് നമ്മളാണെങ്കിലോ ആഖിറം മറന്നുപോയി, അതേ ഖബർ ജീവിതം മറന്നുപോയി, അതേ അള്ളാഹുമായിട്ട് ഒരു ബന്ധം നമുക്കില്ല. അങ്ങനെ ആയിരിക്കുമ്പോഴാണ് എന്തുമാത്രം പ്രശ്നങ്ങൾ, എന്തുമാത്രം പ്രയാസങ്ങൾ. ഒരിക്കലും പോലും നമ്മുടെ ദുനിയാവിൻ്റെ പ്രയാസങ്ങളോ വിഷമങ്ങളോ തീർന്നു പോകുന്നില്ല. ഒന്ന് തീരുമ്പോഴേക്ക് മറ്റൊന്ന്, അത് തീരുമ്പോഴേക്ക് അടുത്തത് ഇങ്ങനെ വരികയാണ്. അതേ സമയത്ത് അല്ലാഹുവിനെ ചിന്തിച്ച് ജീവിക്കുന്നവർക്ക് വെറുതെ അല്ലല്ലോ ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് അവർക്കൊരു പേടിയുമില്ല, അവർക്കൊരു ബേജാറുമില്ല എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം
അത് തന്നെയാണ് അവരുടെ ജീവിതം നല്ല സമാധാനത്തോടു കൂടെയാണ്, നല്ല റാഹത്തോടു കൂടെയാണ്. അവരുടെ വേജാറ് എന്നുള്ളത് ആഖിറം എങ്ങനെയായിരിക്കും, ഖബർ ജീവിതം എങ്ങനെയായിരിക്കും, മരണം എന്തായിരിക്കും, ഇതാണ് അവരുടെ ജീവിതം. അതുകൊണ്ട് അവരുടെ എല്ലാ ദുനിയാവിൻ്റെ കാര്യം അല്ലാഹു ഏറ്റെടുക്കുകയാണ്. അല്ലാഹു ഏറ്റെടുത്താൽ പിന്നെ ഒന്നും ചിന്തിക്കേണ്ടതില്ലല്ലോ. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. മൊത്തത്തിൽ പറഞ്ഞാൽ അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ചാൽ നമ്മളെല്ലാ കാര്യങ്ങളും അത് കേവലം ആഖിറം മാത്രമെന്ന് നാം ചിന്തിച്ചു പോകരുത്. പലപ്പോൾ നാം അങ്ങനെ ചിന്തിച്ചു പോകുന്നു. അതേ, അല്ലാഹുവിലേക്ക് വഴിപ്പെട്ട് ജീവിച്ചാൽ അതിൻ്റെ പ്രതിഫലമെല്ലാം ആഖിറത്തിലേക്ക്, ഇവിടെ ഒന്നും കിട്ടൂല. അവനൊന്നുമല്ല നാം ചെയ്ത ഇബാദത്ത് നല്ല ഇഖ്ലാസോടുകൂടെയാണോ, നിയത്തോടു കൂടെയാണോ, ദുനിയാവിലും അതിൻ്റെ ബറക്കത്തുകളൊക്കെയും തീർച്ചയായും കിട്ടും. എല്ലാം നിയന്ത്രിക്കുന്നവൻ റബ്ബാണല്ലോ, അല്ലാഹു ആണല്ലോ. ആ നിലയ്ക്ക് ഈമാനോടുകൂടെ ഇഖ്ലാസോടുകൂടെ മനസ്സ് തിരിഞ്ഞ് അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ച് ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം വലിയ ബറക്കത്തുള്ളതായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കൂട്ടത്തിൽ പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.